മാറി 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 ഓരോ വിഷ്വൽസും കാണിക്കുമ്പോൾ ഒരു പക്ഷെ അതിൽ പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയാതെ പോയതുമുണ്ടാകാം. നിങ്ങളന്ന് കരഞ്ഞിരുന്നു, അന്ന് നിങ്ങൾ സ്തംഭിച്ചു നിന്നിരുന്നു. ചെറിയ കുഞ്ഞുങ്ങളുടെ കൈകൾ ഉയർത്തി വെച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ആ ദിവസങ്ങളിലേക്കൊന്ന് കടന്നു പോവുക. നമ്മുടെ മനസ്സിന് ആ ദിവസങ്ങളിലേക്കൊന്ന് പായിക്കുക. ധൈര്യപൂർവ്വം നിങ്ങൾ കടന്നു പോകുമ്പോഴും മനസ്സുകൾ പിടച്ചിരുന്നു. പാവം കടലാസ് പെൻസിൽ ഉപയോഗിച്ച് എഴുതിയിരുന്ന കുഞ്ഞു കൈകൾ ഓരോന്നായി നിങ്ങൾ പെറുക്കിയെടുത്തു. രണ്ടാമത്തെ ദിവസവും മൂന്നാമത്തെ ദിവസവും ഒക്കെ അത് നമ്മൾ മറന്നിട്ടില്ല ഇന്നും. ഒരു പക്ഷേ മുലപ്പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞ് അതേപടി കിടക്കുന്നത് നിങ്ങൾ കണ്ടു. അന്നും നിങ്ങൾ ഒരുപാട് വിതുമ്പി. പാവം ഈ കുഞ്ഞിനെ ഒന്ന് തലോടാൻ കഴിയാതെ എങ്ങോ ഒലിച്ചുപോയ മാതാവിന്റെ അംശങ്ങളെക്കുറിച്ച് നിങ്ങളൊന്ന് ഓർത്തു വെച്ചു. പിന്നെയും നിങ്ങൾ ഒരുപാട് രംഗങ്ങൾ കണ്ടു. 2 കുഞ്ഞുങ്ങൾ കളിച്ചിരിക്കുന്നത്. വായനയിലൂടെ ഞാൻ എൻ്റെ വാക്കുകൾ കൊണ്ടുവരട്ടെ. ആ കുഞ്ഞുങ്ങൾ കളിച്ചിരിക്കുമ്പോൾ അതിനെ ഒന്ന് മുത്തം കൊടുക്കാൻ അവരുടെ മാതാപിതാക്കൾ ഇപ്പോൾ ഇല്ല എന്നുള്ള ആ തിരിച്ചറിവുണ്ടല്ലോ, അവിടെയും നിങ്ങൾ വിതുമ്പി നിന്നു. ഒരുപാട് സങ്കടത്തിന്റെ കനൽപഥത്തിലൂടെയാണ് നിങ്ങൾ നടന്നു പോയത്. അവസാനം പറഞ്ഞ് പറഞ്ഞ് നമുക്ക് മനസ്സിലാകാത്ത ഭാഷയിൽ, അങ്ങനെ ആ ഭാഷ ഉപയോഗിക്കാൻ പാടില്ലെങ്കിൽ പോലും അതിൻ്റെ ആഴം ഇത്രത്തോളം അവിടെയുള്ള ജനം പറയാൻ തുടങ്ങി. ഒരു പക്ഷേ വൈറ്റ് കാർഡുകാർ, ഇവിടെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് നഈം വന്നുകൊണ്ട് പറഞ്ഞൊരു വാക്ക് ഞാൻ ഓർക്കുകയാണ്. നഈമിൻ്റെ 2 അവിടുത്തെ സ്ഥാപനങ്ങളും ആളുകളെ കൊണ്ട് നിറഞ്ഞിരുന്നു. അന്നേ എനിക്ക് ആദ്യത്തെ ദിവസം തന്നെ മെസ്സേജ് അയച്ചിരുന്നു. ഓരോ 10 മിനിറ്റ് കൂടുമ്പോഴും മയ്യത്ത് നിസ്കാരം കാണുന്നത് സാധാരണ ഹറമിലൊക്കെയാണ് ഓരോ വക്തിലും നമ്മൾ കാണുക. പക്ഷെ 10 മിനിറ്റ് കഴിയുമ്പോൾ മയ്യത്ത് നിസ്കരിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ആദ്യമാണ് എന്ന് യൂത്ത് ലീഗുകാർ അവിടെ നിന്ന് വിളിച്ചു പറയുകയില്ല. പക്ഷെ അത് നിറക്കണ്ണുകളോടെ കണ്ടവർ നിങ്ങളാണ്. നിങ്ങളവിടെ ഒരുപാട് ഓടിച്ചാടി നടന്നതാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇതിൽ ഏതിൽ വെച്ചിട്ടാണ് നിങ്ങൾ ആദരിക്കുന്നത്? ഓർമ്മയില്ലേ നിങ്ങൾക്ക് ആ പാവം കുഞ്ഞുങ്ങളുടെ ഓരോരുത്തരുടെയും കരച്ചിലുകൾ? ഓർമ്മയില്ലേ നിങ്ങൾക്ക് ഞങ്ങളെക്കാൾ കൂടുതൽ അവിടെയുള്ള ഓരോ പാവപ്പെട്ട ഉമ്മമാരുടെയും ആർത്തനാദങ്ങൾ? ഓർമ്മയില്ലേ നിങ്ങൾക്ക് അവിടെയുള്ള ഓരോ പിതാമഹന്മാരും വെങ്ങിപ്പൊട്ടി വൈറ്റ് കാർഡിന്റെ ആളുകൾ കയറിൽ തൂങ്ങി പോകുന്നത് കണ്ട് തന്റെ പേരക്കിടാവിനെ ഇപ്പോൾ അവർ തിരിച്ചു കൊണ്ടുവരുമെന്ന വല്ലാത്തൊരു മോഹത്താൽ കണ്ടു നിന്ന പ്രിയപ്പെട്ട ഉപ്പാപ്പമാരെയും പ്രിയപ്പെട്ട അച്ഛന്മാരെയും അച്ഛച്ചന്മാരെയും നിങ്ങൾ കണ്ടത് ഓർമ്മയില്ല നിങ്ങൾക്ക്? എന്തൊക്കെ വികാര നിർഭരമായ രംഗങ്ങളാണ് അവിടെ കഴിഞ്ഞു പോയത്. എല്ലാറ്റിനും നിങ്ങൾ സാക്ഷിയായി. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മളൊരു പ്രസ്ഥാനമായി നിൽക്കുമ്പോൾ ഇന്ന് പ്രചോദനമല്ല, കാര്യം പറഞ്ഞ് മുന്നോട്ട് പോകാം. ഇവിടെ ഇരിക്കുന്ന ഒരാൾക്കും തോന്നരുത് ഇതൊരു പ്രസ്ഥാനത്തിന് വേണ്ടി നമ്മൾ ചെയ്തതാണ് എന്ന്. പ്രസ്ഥാനത്തിന് വേണ്ടി തന്നെയാണ് ചെയ്തത്, അതതിൻ്റെ സെക്കൻഡറിയാണ്. നമ്മൾ ഈ ചെയ്തതെല്ലാം ഏകഛത്രാധിപതിയും സർവാധിപതിയും സമഗ്രാധിപതിയുമായ ഏകനായ അള്ളാഹുവിന് വേണ്ടിയിട്ടായിരുന്നു. ആളുകൾക്കൊരു പക്ഷേ ഡ്രസ് കോഡുകൾ മാറ്റിവരാം, അവരുടെ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി മാത്രം പണിയെടുക്കാം. പക്ഷെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ ഒരിക്കലും പാർട്ടിക്ക് വേണ്ടി മാത്രമായിരുന്നില്ല ആ ചളിക്കുണ്ടിലൂടെ നടന്നു നീങ്ങിയത്. പാർട്ടിക്ക് വേണ്ടി മാത്രമായിരുന്നില്ല ഓരോരുത്തരുടെയും കബന്ധങ്ങളെ മണ്ണിനടിയിൽ നിന്ന് പൊക്കിയത്. ദുർഗന്ധമെന്തെന്ന് നിങ്ങൾക്കറിയാം. പക്ഷെ അത് വമിക്കുന്നത് പോലും കണക്കാക്കാതെ, അതിനെ ഒന്ന് അറച്ചു പോലും നിൽക്കാതെ ആ മയ്യത്തിന്റെ ഓരോ അംശങ്ങളെയും കൊണ്ട് നടന്നു നീങ്ങിയത് അള്ളാഹുവിന് വേണ്ടിയിട്ടായിരുന്നു. ഓരോ മുസൽമാനും, പ്രത്യേകിച്ച് മുസ്ലിം ലീഗുകാരും വ്യത്യസ്ത മതക്കാരും ആളുകളൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാകും. നിസ്വാർത്ഥമായിട്ടാണ് കാര്യങ്ങൾ ചെയ്തത്, ഇനിയും ചെയ്യേണ്ടത്. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സാധാരണ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ എന്തെങ്കിലും പ്രവൃത്തി ചെയ്താൽ കൂടുതൽ പ്രതിഫലം ഉണ്ടാവുക പഠിച്ചു വശായവർക്കാണ്, നന്നായി പഠിച്ചവർക്ക്, അള്ളാഹുവിനെ പേടിക്കുന്നവർക്ക്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു വാക്കുണ്ട്, തീർച്ചയായും മനുഷ്യരെല്ലാവരും നാശത്തിലാണ്. ഇന്നന്നാസു കുല്ലുഹും ഹലക്, മനുഷ്യർ മുഴുവനും നാശത്തിലാണ്. ഇല്ലൽ ആലിമൂൻ, പണ്ഡിതന്മാരൊഴികെ. അവിടെ നിർത്തരുത് ഹദീസിന്. പണ്ഡിതന്മാരല്ലാത്ത എല്ലാവരും നാശത്തിലാണ് എന്ന് വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പഠിപ്പിച്ചു. അൽ ആലിമൂന കുല്ലുഹും ഹലക്, പണ്ഡിതന്മാര് മുഴുവനും നാശത്തിലാണ്. രണ്ടാമത്തെ വാക്കതാണ് അൽ ആലിമൂന കുല്ലുഹും ഹലക്, പണ്ഡിതന്മാര് മുഴുവനും നാശത്തിലാണ്. ഇല്ലൽ ആമിലൂൻ, അതനുസരിച്ച് പ്രവർത്തിക്കുന്നവരൊഴികെ. ആലിമും ആമിലും തമ്മിൽ വ്യത്യാസമുണ്ട്.
രണ്ടും ഐനും ലാമും മീമുമാണ്. പക്ഷെ ആലിം ഐൻ ലാം മീം എന്നതാണെങ്കിൽ, ആമിൽ ഐൻ മീം ലാം എന്നതാണെങ്കിൽ ആലിമിനേക്കാൾ മഹത്വം അല്ലാഹു കൊടുത്തിട്ടുള്ളത് ആമിലിനാണ്, അഥവാ പ്രവർത്തിക്കുന്നവനാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തിട്ടുള്ളത്. പിന്നെയോ അൽ ആമിലൂന കുല്ലുഹും ഹലക്, പ്രവർത്തിക്കുന്നവർ മുഴുവനും നാശത്തിലാണ്. ഇല്ലൽ മുഖ്ലിസൂൻ, ഇഖ്ലാസുള്ളവരൊഴികെ. എന്ന് വെച്ചാൽ ഇഖ്ലാസുള്ളവർ മാത്രമേ വിജയിക്കൂ എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. ഈ ഒരു ആദരം റബീഉൽ അവ്വൽ മാസത്തിലായിരിക്കെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, എനിക്ക് ചെറിയൊരു ജ്യേഷ്ഠ സഹോദരൻ എന്ന അർത്ഥത്തിൽ, അല്ലെങ്കിൽ ഏത് അർത്ഥത്തിൽ നിങ്ങൾ എടുത്താലും ശരി, നിർദ്ദേശം പോലെ പറയാനുള്ളത് ഇഖ്ലാസിലേക്ക് മടങ്ങുക എന്നതാണ്. ഒരു പക്ഷേ നമ്മളന്ന് ഒറ്റ കൈ പൊക്കുന്ന സമയത്ത് നമ്മുടെ ക്യാമറ ഫ്ലാഷ് ബാക്ക് മിന്നിയിട്ടുണ്ടാകില്ല. അതിലാരും സങ്കടപ്പെടേണ്ട. ഇതിനേക്കാൾ 1000 മടങ്ങ് അല്ലെങ്കിൽ 1000 കോടി മടങ്ങിന്റെ ഒരു ക്യാമറ അവിടെ ഫ്ലാഷ് ബാക്ക് മിന്നിയിട്ടുണ്ട്. അത് മാലാഖമാരുടെ തൂലികയുടെ നിർബന്ധമായി ചലിക്കേണ്ടുന്ന ചലനത്തിന്റെ ഓരോ തൂലികയുടെ അടയാളങ്ങളായിരുന്നു എന്ന് തിരിച്ചറിയലായിരിക്കണം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത്. അല്ലാതെ നമ്മുടെ ക്യാമറ അല്ലെങ്കിൽ മറ്റുള്ളവന്റെ പത്രക്കാരുടെ ക്യാമറ തന്റെ ശരീരത്തിലൂടെ പോയോ എന്നതല്ല നമ്മുടെ ചിന്ത. തീർച്ചയായും അള്ളാഹുവിന്റെ ക്യാമറ സുന്ദരമായി മിന്നിയോ എന്നായിരിക്കണം. ഞാനിത് വെറുതെ പറയുന്നതല്ല. കാരണം നിങ്ങൾ ചെയ്തതിന് ഇങ്ങനൊരു ഓഡിറ്റോറിയത്തിൽ നിങ്ങളെ കൂട്ടിയിട്ട് ആദരം എന്ന് പറഞ്ഞതിന്റെ പേരിൽ മാത്രം ആകുന്നതല്ല എന്ന് അത് സംഘടിപ്പിച്ച എല്ലാ നേതാക്കന്മാർക്കും അറിയാം.